ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും രഹസ്യ പരസ്യങ്ങളിലുമെല്ലാം സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ശരിയായ രൂപത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസിയത്ത് ചെയ്യുകയാണ്. നമ്മളെല്ലാവരും നമ്മളെക്കുറിച്ച് സ്വന്തം വിലയിരുത്തുമ്പോൾ നമ്മളൊക്കെ വിശ്വസിക്കുന്നത് അത്ര വലിയ തെറ്റുകളൊന്നും കൂടുതലായി ചെയ്യാത്ത ഒരാൾ തന്നെയാണ് ഞാൻ. ചെറിയ അബദ്ധങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിലും എന്ന ഒരു ആത്മവിശ്വാസമാണ് നമുക്കുള്ളത്. അത് ശരിയാണോ എന്ന് നമ്മൾ പരിശോധിക്കുക തന്നെ വേണം. കാരണം വളരെ ശക്തമായ ഒരു വിചാരണക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാം അറിയുന്ന അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്ന് കൊടുക്കേണ്ട ആൾക്കാരാണ് നമ്മൾ. അതുകൊണ്ടൊരു വെറുതെ ഒരു ധാരണ മാത്രമാണോ ഞാൻ തെറ്റൊന്നും ചെയ്യുന്നുണ്ടാവില്ല, അത് ആധികാരികമായി ശരിയായി അത് നമുക്ക് ഉറപ്പുള്ളൊരു വിചാരം തന്നെയാണോ എന്ന ഒരു ആത്മപരിശോധന ആവശ്യമാണ്. ഞാൻ അങ്ങനെ പറയാനുള്ളൊരു കാരണം, സ്ക്രീൻ ടൈം, നമ്മൾ മൊബൈലിൽ കഴിച്ചു കൂട്ടുന്ന സമയം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഒരു പക്ഷേ വൈകുന്നേരം ഉറങ്ങാൻ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും മൊബൈലിലെ ഒന്ന് നോക്കിയാൽ നമ്മൾ എത്ര സമയം നമ്മൾ ആ സ്ക്രീൻ ഉപയോഗിച്ചു എന്ന് ഒരു പക്ഷേ നമുക്ക് അറിയാൻ പറ്റും. ഒരു പകൽ എന്ന് പറയുമ്പോൾ അത് 10-12 മണിക്കൂറാണെങ്കിൽ 8 മണിക്കൂറും 7 മണിക്കൂറും 6 മണിക്കൂറും 5 മണിക്കൂറും എല്ലാം ജീവിതത്തിൽ ഈ സ്ക്രീനിൻ്റെ മുന്നിൽ നമ്മൾ കഴിച്ചു കൂട്ടുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ സത്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ പല വിധത്തിലുള്ള തെറ്റുകൾ നമ്മൾ അറിയാതെ മൊബൈലിൻ്റെ ഉപയോഗത്തിലൂടെ നമ്മളിലേക്ക് വരുന്നു എന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മൊബൈലുകളില്ലാത്ത, ഇതിനു വേണ്ടി സമയം കളയാത്ത നമ്മുടെ പൂർവികരെ അപേക്ഷിച്ച് ഇന്ന് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ ഒരുപക്ഷെ ഒരു 10, 70, 80 വയസ്സാകുമ്പോഴെങ്കിലും സ്വാഭാവികമായി എന്ത് ചെയ്യും, കുറച്ചൊക്കെ ഞാൻ ഇനി ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കാൻ വിചാരിക്കും. പക്ഷെ അത്തരം ആളുകൾ വീട്ടിൽ ചടഞ്ഞു കൂടുമ്പോൾ അവരുടേതാണോ മൊബൈലിൻ്റെ ടൈം കൂടുതലെന്നൊരു പക്ഷേ നമ്മൾ സംശയിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിൽ വലിയ അപകടങ്ങളും വലിയ തെറ്റുകളും നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു ചേരുന്ന വലിയൊരു സാഹചര്യം നമ്മുടെ മുമ്പിൽ. അതിലെ എല്ലാം പറയാനല്ല, അതിലെ കാഴ്ചകൾ അങ്ങനെ വേറെ പല കാര്യങ്ങളും ഉണ്ടെങ്കിലും ഒരു പക്ഷേ ഇന്ന് മൊബൈൽ നമ്മൾ കാണുന്ന യൂട്യൂബിലൊക്കെ ഉള്ള ചാനലുകളൊക്കെ നിരീക്ഷിക്കുമ്പോൾ അതൊക്കെ കേൾക്കും. മിക്കവാറും ആളുകൾ കക്ഷിത്വത്തിൻ്റെ പേരിലോ വിരോധത്തിൻ്റെ പേരിലോ ഒക്കെ കളവുകൾ പറയാം, പച്ച കളവുകൾ പറയുക എന്നുള്ളതാണ്. അതായത് ഞാൻ പറയുന്നത് കളവാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തൻ്റെ എതിരാളിയെ തോൽപ്പിക്കാനോ തൻ്റെ ഭാഗം ന്യായീകരിക്കാനോ ഒക്കെ വേണ്ടി പച്ച നുണകൾ പറയാം. അത് രാഷ്ട്രീയത്തിൻ്റെ പേരിലായിരുന്നാലും മതസംഘടനകളുടെ പേരിലായിരുന്നാലും കുടുംബപരമായ വ്യക്തി വിരോധങ്ങളോ എന്തിൻ്റെ പേരിലായിരുന്നാലും നുണ പറയാന്നുള്ളതുണ്ടല്ലോ, അത് വളരെ ഗുരുതരമായ തെറ്റാണ് സഹോദരങ്ങൾ. ഒരു പക്ഷേ ഒരു മനുഷ്യൻ നരകത്തിൽ പോകുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം നാവാണെന്നാണ് പറയുന്നത്. ഈ നുണ പറയുന്ന ആളുകളൊന്നും ഞാനൊരു തെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പൊതുവേ ഓർമ്മിക്കാത്തവരും ഓർക്കാത്തവരുമാണ്. അപ്പോൾ എനിക്ക് ചാനലില്ലല്ലോ എന്നൊരു പക്ഷേ നമ്മൾ സമ്മതിക്കും. നമുക്ക് ചാനൽ വേണ്ട കാര്യമില്ല. നമ്മളിത് കേൾക്കുകയും അതേപോലെ തന്നെ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ അതിനെ ഫോർവേഡ് ചെയ്യുകയും അത്തരം ചില കാര്യങ്ങളൊക്കെ ചാനലുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനെ ഫോളോ ചെയ്യുകയും അതിനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ആ തെറ്റിൻ്റെ ഭാഗമാണ്. ഇതിൽ യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് ഒരു വസ്തുത. നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നുണ പറയാമെന്ന് പറഞ്ഞാൽ നമുക്ക് 100% ശരിയല്ലായിരിക്കുന്ന കാര്യം പറയാമെന്ന് പറഞ്ഞാൽ അത് നാളെ പരലോകത്ത് ചെറിയ തെറ്റല്ല സുഹൃത്തുക്കളെ. ഇയ്യാക്കുമ്പോൾ കദിബ്, നുണ പറയുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഫൈനൽ കദിബ് യഹ്ദി ഇലൽ ഫുജൂർ, അധർമ്മത്തിലേക്കേ മനുഷ്യനെ നയിക്കുള്ളൂ. നുണ പറയുന്ന ഒരാൾ നേരാകുന്ന പ്രശ്നമില്ല, അവനൊരു മോശപ്പെട്ട അധാർമികമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഉടമസ്ഥനെ ആവുള്ളൂ. വൈനൽ ഫുജൂർ യഹ്ദി ഇലന്നാർ, അധാർമികതയും തെറ്റുകളും മനുഷ്യനെ നരകത്തേക്കാണ് എത്തും. അപ്പോൾ നരകത്തേക്ക് പോകാനുള്ള പരിപാടിൻ്റെ തുടക്കമാണ് എന്ത്, ഈ നുണ പറയാൻ. മനസ്സാക്ഷി കുത്തില്ലാതെ നുണ പറയാൻ കഴിയാന്ന് പറഞ്ഞാൽ അത് ഈമാനുള്ള പരലോക വിശ്വാസമുള്ള ഒരാൾക്ക് സാധിക്കുന്നൊരു കാര്യമില്ല എന്നാണ്. വമാ യസാലു റജുൽ യക്ദിബ്, ഒരാൾ നുണ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും. നുണ പറഞ്ഞാൽ പിന്നെ അവന് മടിയില്ലല്ലോ, പിന്നെ അവൻ നുണ പറയുന്നതിന് പരിധിയില്ലാതെ അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. വയതഹറൽ കദിബ് ഹത്താ യുക്തബ ഇൻദല്ലാഹി കദാബൻ, ഒരു പെരും നുണയൻ, നുണ പറയുന്നവൻ എന്ന ഒരു പേര് അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ എന്ത് ചെയ്യും, അവന് രേഖപ്പെടുത്തപ്പെടുന്നതാണ്. അങ്ങനെ അവനൊരു നുണയനായി തീരുന്നവൻ. ബുഖാരി മുസ്ലിമിൻ്റെ ഹദീസാണ്. കളവ് പറഞ്ഞ് കളവ് പറയുന്നവനായി തീരുന്ന. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ ഭീകരമായ ഖബറിൽ കിട്ടുന്ന ശിക്ഷകളെക്കുറിച്ചുള്ള ഭീകരമായ കുറേ കാഴ്ചകൾ അള്ളാഹു കാണിച്ചു കൊടുക്കുന്നുണ്ട്.
ആ കാഴ്ചകളായിട്ട് ഒരു കാഴ്ചയാണ് എന്താ പറയുക, ഇവിടെ ഇങ്ങനെ ഈ വായൻ്റെ ഈ ഭാഗത്ത് ഈ കോറാച്ചിയിൽ ഈ സൈഡിലിട്ടിട്ട് അതിങ്ങനെ ഒരു കുളത്ത് കൊണ്ട് വലിച്ചിട്ട് അവൻ്റെ പിറകിലേക്ക് കൊണ്ടുവരുന്ന ഭയാനകമായ ഭീകരമായ ഒരു പീഡനത്തിൻ്റെ കാഴ്ച കാണിച്ചു കൊടുക്കണം. അപ്പം നബി ചോദിക്കുന്നുണ്ട് ജിബ്രീലിനോട്, ഇതാരാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ ഫയക്കതിബുൽക്കതിബത്ത, ഇവങ്ങനെ നുണ പറയുന്ന ആളാണ്, സ്ഥിരം നുണയാണ് അവൻ പറയുക. എന്നിട്ട് ആ നുണ തബ്ലുഉൽ-ആഫാഖ്, ഓ എത്ര അർത്ഥവത്തായ, അത് ചക്രവാളങ്ങളിലേക്ക് എത്തുന്നതാണ്. ഇവിടുന്ന് വേണം അമേരിക്കയിൽ ഒരുത്തം കാണുന്നുണ്ടാവുക നുണ. അതൊക്കെ ഇന്നത്തെ ഈ മൊബൈലിൻ്റെ യുഗത്തിൽ തന്നെയല്ലേ സാധ്യമാവുള്ളൂ. ഇവിടുന്ന് പറഞ്ഞിരുന്നോണ ലോകം മുഴുവൻ കാണുന്ന ഒരു കളവ് കാണുന്ന ഒരു അവസ്ഥയിലേക്ക് അവൻ്റെ കളവുകൾ എത്തുന്നതാണ്. എത്ര ഞങ്ങൾ ലക്ഷക്കണക്കിന് വ്യൂവേഴ്സാണ് എൻ്റെ മുന്നിലാണ് ഈ കളവ് വേണത്. പണ്ടൊക്കെ നമ്മളിഞ്ഞ് അങ്ങനെ ശ്രദ്ധിക്കാതെ പറഞ്ഞാൽ തന്നെ ഒരാളോ രണ്ടാളോടാ പറയാം. ഇത് ലക്ഷക്കണക്കിന് ആളുകളോടാണ് നേരം വെളുത്തിരുന്നിട്ട് ഈ കളവ്, അത് പ്രത്യേകമായി ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്ത് സ്വന്തം മനസ്സാക്ഷിക്ക് ഒരിക്കലും യോജിക്കാത്ത ചില കാര്യങ്ങൾ, ചില മനസ്സിൻ്റെ സന്തോഷത്തിനും ചില കക്ഷിത്വത്തിനും വ്യക്തി താല്പര്യങ്ങൾക്കും വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. എത്രമാത്രമെന്ന് ചോദിച്ചാൽ ഇത്രയും ഗൗരവമുള്ള നുണ ഉണ്ടല്ലോ, അതൊന്ന് ചിരിക്കാൻ വേണ്ടി പറയും. നമ്മൾ 3-4 പോവുകയാണെങ്കിൽ എന്ത് ചെയ്യുക, പച്ച നുണ കൂടുള്ള ആളുകൾ ഒന്ന് സന്തോഷിപ്പിക്കാനും ചിരിപ്പിക്കാനും വേണ്ടി പറയുന്നത്. വൈലുല്ലദീ യുഹദ്ദിസു ബിൽ ഹദീസ്, ഒരുത്തം വർത്താനം പറയാണ്. എന്തിനാണ്? ലിയുൽഹിക ബിഹിൽ ഖൗം, ആൾക്കാരെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫയക്കദിബ്, അവൻ കളവ് പറയുന്നതാണ്. വൈലുൻ ലഹു, അവന് നാശം, അവന് നാശം എന്നാണ്. ഇതൊക്കെ ചാനൽ നടത്തുന്ന ആളുകളുടെ ഒക്കെ പരിപാടി, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും ചിരിപ്പിക്കാനും വേണ്ടി പച്ച നുണകൾ പറയുക, മറ്റുള്ള ആളുകളെക്കുറിച്ച് ദുരാരോപണങ്ങൾ പറയുക, അപവാദങ്ങൾ പറയുക എന്നാണ്. ഇതിപ്പോൾ ദീൻ്റെ കാര്യത്തിൽ അള്ളാഹുവിന് റസൂലിന് പേരിൽ ഒരു ഉത്തരവാദിത്തമില്ലാത്ത ദീനിൻ്റെ കാര്യങ്ങൾ ഗണ്ണിക്കാനും നിരൂപണം ചെയ്യുന്നൊക്കെ ആൾക്കാരുണ്ട്. അവരൊന്നും ജീവിതത്തിൽ ഒരു ഹദീസിൻ്റെ ഗ്രന്ഥമോ ഒരു ഖുർആനിൻ്റെ തഫ്സീറോ കാണാത്ത ആൾക്കാർ കയറിയിട്ട് ഇസ്ലാമിൻ്റെ കാര്യങ്ങളെ എന്ത് ചെയ്യാം, ഇതാണ് ഇസ്ലാം പറയുന്നത്, ഇങ്ങനെയാണ് ഇസ്ലാം പറയുന്നത്. പണ്ഡിതന്മാർ, വലിയ വലിയ പണ്ഡിതന്മാരെയും പ്രസംഗകന്മാരെയൊക്കെ നിരൂപണം ചെയ്ത് ഒരു വിവരവുമില്ലാത്ത ആളുകൾ ദീനിൻ്റെ കാര്യങ്ങളെ ആധികാരികമായി പറയും. അതൊക്കെ മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനൻ നാർ എന്നാണ്. അള്ളാഹി റസൂലിൻ്റെ പേരിലൊക്കെ ദീനിൽ കളവ് പറഞ്ഞാൽ എന്താണ്? നരകത്തിൽ അവൻ്റെ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ. ഇതൊക്കെ അറിഞ്ഞു പറയണം. ഇതൊക്കെ ഞാൻ നുണയാണ് പറയണത് എന്ന് അറിഞ്ഞുകൊണ്ട് പറയാം. നുണയാണ് പറയുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ഫോർവേഡ് ചെയ്യുക. ഇത് എന്തിനൊക്കെയാണ്? തൻ്റെ കക്ഷിയെ വിജയിപ്പിക്കാൻ വേണ്ടി, തൻ്റെ എതിരാളിയെ തോൽപ്പിക്കാൻ വേണ്ടി. പിന്നെ വിദ്വേഷം, ഒരാളോട് വിരോധം ഉണ്ടെങ്കിൽ അവൻ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്യുക, നിങ്ങൾ ചില ന്യായങ്ങളോ സാഹചര്യ തെളിവുകളോ വെച്ചിട്ട് എന്ത് ചെയ്യുക, അപവാദങ്ങളും നുണകളും പറയാം. അതേപോലെ തന്നെ നേരത്തെ ഒരു കാര്യം പറഞ്ഞാൽ എന്ത് ചെയ്യും, അത് കൂടുതൽ ആളുകളിലേക്ക്, കാഴ്ചക്കാരിലേക്ക് എത്തുമെന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യുക, ഒരു സംഗതിയെക്കുറിച്ച് വ്യക്തത വരുന്നതിന് മുമ്പ് തന്നെ സ്വന്തം ഊഹങ്ങൾ വെച്ചിട്ട് കഥകൾ മെനഞ്ഞു പറയാം ആളുകൾ. ഇതൊക്കെയാണല്ലോ കളവ് എന്ന് പറഞ്ഞാൽ. കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. ഒരു മനുഷ്യന് കളവാകാൻ എന്തു മതി? കേട്ടതൊക്കെ പറഞ്ഞാൽ മതി. ഈ ചാനലിലേക്കൊക്കെ എന്നും വേണ്ടേ സുഹൃത്തുക്കൾ, എന്തെങ്കിലും മാറ്ററോ വിഷയമോ വേണ്ടേ? എല്ലാ ദിവസവും 365 ദിവസത്തിന് 365 വിഷയം വേണ്ടേ? ആ വിഷയത്തിനു വേണ്ടി എന്ത് ചെയ്യുക, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ പറയാം. പിന്നെ മറ്റൊരാൾ ചെയ്തതിനെ അന്ധമായി അനുകരിക്കുക, അതിൻ്റെ ശരി തെറ്റുകളൊന്നും നോക്കാതെ എന്ത് ചെയ്യുക, പറയുക. പിന്നെ അസത്യം പറയുന്നവരോടൊപ്പം ചേരുമ്പോൾ അതിൽ പങ്കു ചേർന്നുകൊണ്ട് പറയുക. വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി, ചെറിയ ചെറിയ കാര്യലാഭങ്ങൾക്ക് വേണ്ടി നുണ പറയുക എന്നുള്ളതാണ്. ഇതൊക്കെ വളരെ ഗുരുതരമായ തെറ്റാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, എന്ത് പറയുകയാണെങ്കിലും അത് പറയാൻ പറ്റുമോ, അത് സത്യമാണോ എന്ന് സ്ഥിരീകരിക്കുവാനുള്ള കൽപ്പന അള്ളാഹ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം നമ്മൾ ഒരാളോട് പറയാൻ പറ്റില്ല. അത് ഫോണിൽ ഫോർവേഡ് ചെയ്യുന്ന മാത്രമല്ല, ഇന്ന് കേൾക്കുന്ന ഒരു കാര്യം മറ്റൊരാളിലേക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴും അത് സത്യസന്ധമല്ലാത്ത ഒന്നും നമ്മൾ പറയാൻ പറ്റൂല. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ. സത്യവിശ്വാസികളെ, ഒരു അധർമ്മകാരി നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫതബയ്യനൂ, നിങ്ങൾ അതിനെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കണം. എന്തെങ്കിലും ഒരു കാര്യം ശരിയാണോ എന്ന് വല്ല അന്വേഷണവും നമ്മളൊക്കെ ജീവിതത്തിൽ നടത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഒരന്വേഷണം ഇല്ലാതെ കേട്ടതണ്ട് പറയാന്നുള്ളതാണ്. അൻ തുസീബു ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ പിന്നീട് ഖേദിക്കും. ഞാൻ പറഞ്ഞത് ഇത്രയും വലിയ അബദ്ധം ഇത് കാര്യമുണ്ടോ? ആയിരക്കണക്കിന് ആളുകളിലേക്ക് എത്തിച്ചിട്ട് പിന്നെ അത് തെറ്റാണെന്ന് തോന്നിയിട്ട് ഏതെങ്കിലും കാര്യമുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ശരിയാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ പറയാൻ പറ്റുള്ളൂ എന്നാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മിണ്ടാതിരിക്കാനാണ് നമ്മോട് പറഞ്ഞത്, വർത്തമാനം പറയാനല്ല പറഞ്ഞത്.
മിണ്ടാതിരിക്കാനാണ് പറഞ്ഞു. ഫൽയഖുൽ ഖൈറൻ, നല്ലത് പറഞ്ഞു, അല്ലെങ്കിൽ ഔ ലിയസ്മുത്ത്, അല്ലെങ്കിൽ മിണ്ടാതെ. സുഹൃത്തുക്കളെ, മിണ്ടാതെ നിൽക്കുക എന്നുള്ളല്ലോ അതൊരു വല്ലാത്ത കഴിവാണ്. നമ്മൾ കേട്ടതൊക്കെ പറഞ്ഞ് പറയുന്നതൊക്കെ പ്രചരിപ്പിക്കാതെ എനിക്ക് പറയാൻ പറ്റുമല്ലോ എന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നാണ്. പിന്നുള്ളൊരവസ്ഥ എന്താ പറയുക, ഒരു നിലക്കും അതിൻ്റെ അതോറിറ്റി അല്ലാത്ത ആളുകൾ അത് പറയാം. ആരോഗ്യത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാരന് എപ്പോഴും ആരോഗ്യത്തെക്കുറിച്ചാണ് അവൻ എന്ത് ചെയ്യണത്, പിന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ഒരു ദീനിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാർ ദീനിനെക്കുറിച്ച് പറയാം. ഇതൊക്കെ ഗുരുതരമായ തെറ്റാണ്. നമുക്ക് അറിയാത്തൊരു വിഷയം നമ്മൾ പറയാൻ പാടില്ല. വഇദാ ജാഅഹും അംറും മിനൽ അംനി അബിൽ ഖൗഫ് അദാഉ ബിഹി, അവർക്ക് വല്ല നിർഭയത്വത്തിൻ്റെയോ ഭയത്തിൻ്റെയോ വർത്തമാനങ്ങൾ എത്തിയാൽ അത് അപ്പോഴേക്കും അവർ പ്രചരിപ്പിക്കും. വലൗ റദ്ദൂഹു ഇലർ റസൂലി വ ഇലാ ഉലിൽ അംരി മിൻഹും, അവരത് അള്ളാഹുലേക്കും റസൂലിലേക്കും അതിൻ്റെ ആധികാരികമായ ആളുകളിലേക്കും അവരതിനെ മടക്കിയിരുന്നുവെങ്കിൽ ലഅലിമഹുല്ലദീന യസ്തംബിതൂനഹു മിൻഹും, അവരിൽ ഗവേഷണം ചെയ്തെടുക്കാൻ പറ്റുന്ന ആൾക്കാർ, അതിന് അർഹതപ്പെട്ട ആൾക്കാർ അതിനുള്ള വിവരങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് ഖുർആൻ പറയാൻ കാരണം എന്താ, ഒരു കാര്യം കേട്ടാൽ അത് പറയണമെങ്കിൽ അതിനെ നമ്മൾ സ്ഥിരീകരിക്കണം, ഉറപ്പിക്കണം. അപ്പോൾ നമുക്കറിയാത്തൊരു കാര്യം നമ്മൾ പറയരുത്. നമ്മളതിൻ്റെ ആളുകൾ അല്ലെങ്കിൽ നമ്മളത് പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞ് എന്തൊക്കെ തെറ്റായ വിവരങ്ങളാണ് ആളുകളിലേക്ക് എത്തുന്നത്, എന്തൊക്കെ അബദ്ധങ്ങളാണ് ആളുകൾ ചെയ്യുന്നത്. ഒരിക്കലും പറയാൻ അവകാശപ്പെടാത്ത, അർഹതയില്ലാത്ത, ആ കാര്യത്തെക്കുറിച്ചൊരു വിവരമില്ലാത്ത ആൾക്കാർ അത് പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുക. വർഗീയപരമായ പരാമർശങ്ങൾ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് നമുക്കൊരല്പസമയം സോഷ്യൽ മീഡിയ നിരീക്ഷിച്ചാൽ നമുക്ക് പറ്റുന്ന കാര്യം. ഇതൊക്കെ ഒഴിവാക്കാനുള്ളൊരു മാർഗം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് എല്ലാവരെക്കുറിച്ചും ഹുസ്നുല്ലൻ, നല്ലത് വിചാരിക്കാം. ഒരു പ്രത്യക്ഷമായി തന്നെ ഒരാളെക്കുറിച്ചൊരു മോശം കേട്ടാലും നമ്മൾ വേഗത്തിൽ അത് വിശ്വസിക്കാനല്ല തയ്യാറാകുക. അങ്ങനെ ഉണ്ടാവൂല എന്ന് വിചാരിക്കാം. കളവ് പറയായിരിക്കും, ഒന്നും ശരിയാവൂല എന്ന് വിശ്വസിക്കലാണ് ഒരു നല്ലത്. മറ്റുള്ളവരൊക്കെ എന്തെങ്കിലുമൊക്കെ തകരാറ് പറ്റിയാൽ അതാണ് നമുക്ക് സന്തോഷം. സുഹൃത്തുക്കളെ, ആൾക്കാരൊക്കെ നല്ല ആൾക്കാരായി ജീവിക്കും, ഒരു നല്ല മാന്യന്മാരായി നിന്നോട്ടെ എന്നല്ല വിചാരിക്കാം. നമുക്ക് എല്ലാവർക്കും ഇടന്ന് ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് അപവാദം പറഞ്ഞല്ലോ, വ്യഭിചാരാരോപണം പറഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയെക്കുറിച്ച് വ്യഭിചാരാരോപണം പറഞ്ഞിട്ട് ആ വ്യഭിചാരാരോപണത്തിൻ്റെ പ്രചാരത്തിൽ മുസ്ലിങ്ങളായ ആളുകൾ പോലും പങ്കുകൊള്ളുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. ആ സമയത്ത് അള്ളാഹു കൊടുത്തൊരു നിർദ്ദേശമുണ്ട്. എന്താ അറിയോ, ഇത് തൽഖൗനഹു ബി അൽസിനതികും വതഖൂലൂന ബി അഫ്വാഹികും മാ ലൈസ ലക്കും ബിഹി ഇൽമ്. അത് ഏറ്റെടുത്തിട്ട് നിങ്ങൾ പറഞ്ഞില്ലേ, ആ പറഞ്ഞ ആരോപണങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ എന്താണ് പറയേണ്ടത്? നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് പറഞ്ഞു. നിങ്ങൾക്കൊരു വിവരവുമില്ലാത്ത മാ ലൈസ ലക്കും ബിഹി ഇൽമ്, നിങ്ങൾക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, നിങ്ങൾക്ക് എങ്ങനെ തെളിവാണ്? നിങ്ങൾ കണ്ടോ, നിങ്ങൾ അറിഞ്ഞോ, പിന്നെ എങ്ങനെ നിങ്ങളത് പറയാന്നുള്ളതാണ്. അതൊക്കെ പ്രചരിപ്പിക്കുന്നത് വളരെ നിസ്സാരമായ ഒരു പ്രവൃത്തിയാണെന്ന് നിങ്ങൾ വിചാരിച്ചു. അത് വലിയ പ്രശ്നമല്ല എന്നല്ലേ വിചാരിച്ചത്? അള്ളാഹുവിൻ്റെ അടുക്കൽ അത് ഗുരുതരമാണ്. നിങ്ങൾ അത്തരം ഒരു അപവാദ പ്രചരണത്തിന്റെ ഭാഗവാക്കാകുന്നത് ഗുരുതരമാണ്. വലൗലാ ഇദ് സമിഅ്തുമൂഹു ഖുൽതും, അങ്ങനെ കേട്ടപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നു എന്ത്? മായകൂനു ലനാ അൻ നതകല്ലമ ബിഹാദാ, ഇതൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റൂല. ഈ ആരോപണങ്ങളൊന്നും പങ്കു ചേർന്ന് പറയാൻ ഞങ്ങൾക്ക് പാടില്ല എന്ന് നിങ്ങൾ എന്തുകൊണ്ട് വിചാരിച്ചില്ല? സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അലീം, ഇത് ഏറ്റവും വലിയ കളവാണ് എന്നും നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നാണ്. അപ്പോൾ ഒരാളെക്കുറിച്ചൊരു ആരോപണം വന്നാൽ അത് ഫോർവേഡ് ചെയ്യല്ല സുഹൃത്തുക്കളെ, അത് പറയാൻ നമുക്ക് പറ്റൂല. ഏതെങ്കിലും ഒരു അപവാദ പ്രചരണത്തെ പ്രോത്സാഹിപ്പിക്കുകയോ അത് കേട്ടിട്ട് നമ്മൾ വേറൊരാളോട് പറയുമ്പോൾ തന്നെ നമുക്കെന്താണ്, ഇന്നതിൽ പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ ആ പറഞ്ഞത് ശരിയല്ലെങ്കിൽ നമ്മളെങ്ങനെ അത് വേറൊരാളിലേക്ക് എത്തിക്കാം? ഒരു അപവാദം നമ്മൾ കേട്ടു, നമ്മൾ പറയുമ്പോഴല്ലേ മറ്റേ ആൾ അറിഞ്ഞത്, അയാളത് കണ്ടിട്ടില്ലല്ലോ, അയാൾ കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ പ്രചാരകൻ നമ്മളല്ലേ, അത് എത്തിച്ചു കൊടുത്തത് നമ്മളാണ്. നമ്മളോട് ആര് പറഞ്ഞു എന്നുള്ളതല്ല, നമ്മൾ പറഞ്ഞാൽ നമുക്ക് തന്നെയല്ലേ എൻ്റെ ഉത്തരവാദിത്തം എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം എന്നറിയങ്ങൾ? ഒന്ന് സുഹൃത്തുക്കളെ, ഈമാനിൻ്റെ ദുർബലതയാണ്. ഒരു വിശ്വാസി എന്നുള്ള നിലക്കുള്ള ആ കരുത്ത് നമുക്ക് വേണം. നമുക്ക് എല്ലാതൊന്നും പറ്റൂല.
നമുക്ക് എല്ലാതും പറ്റും. നമ്മൾ അള്ളാഹുവിനും റസൂലിലും ഒക്കെ വിശ്വസിച്ച് മരിച്ചു പോകേണ്ട, ഖബറിലും പരലോകത്ത് ശിക്ഷ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ. ഈ നാട്ടിലുള്ള എല്ലാ പൊതുജനങ്ങളും ചെയ്യുന്ന കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമോ? മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. എല്ലാം രേഖപ്പെടുത്തുന്ന മലക്കുകൾ ഉണ്ടെന്നില്ലേ നമ്മുടെ ഈമാൻ കാര്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്ന കാര്യമല്ലേ. മലക്കിലുള്ള വിശ്വാസങ്ങളിൽപ്പെട്ട കാര്യമാണ് എന്തരൂ, നമ്മൾ എന്ത് പറഞ്ഞാലും രേഖപ്പെടുത്തുന്നതാണ്. ആ രേഖപ്പെടുത്തുമെന്ന് ഓർമ്മയുള്ള ഒരുത്തന് എന്തും പറയാൻ പറ്റുമെന്നാണ്. അയക്കൂനുൽ മുഅ്മിനു കദ്ദാബൻ. നബിനോട് സഹാബിമാർ ചോദിക്കുകയാണ്, ഒരു സത്യവിശ്വാസി നുണ പറയുന്നവനാകുമോ എന്ന്. നബി പറഞ്ഞു ഖാലല്ല. ഇമാം മാലിക്കിന്റെ ഹദീസാണ്. ഒരു വിശ്വാസിക്ക് വിശ്വാസിയായിക്കൊണ്ട് നുണ പറയാൻ പറ്റൂല. ഇല്ലാത്തൊരു കാര്യം അവന് പറയാൻ കഴിയൂല. അതാണ് നമ്മൾ ഈമാൻ എന്ന് പറഞ്ഞാൽ. ഈമാൻ്റെ ദുർബലത അല്ലാതെ നമുക്കത് പറയാൻ പറ്റൂല എന്നാണ്. പിന്നെ തൻ്റെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എല്ലാ ഫീൽഡിലും, ഒരു കച്ചവടക്കാരനാണെങ്കിൽ എന്താ, കമ്പനി അല്ലാത്തൊരു ബ്രാൻഡ് ഇല്ലാത്തൊരു സാധനം വെക്കുമ്പോൾ എന്താ പറയുക, ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പേര് കഴിയുമ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ബ്രാൻഡിൻ്റെ അതേ സാധനം ലോക്കലായിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പകുതി പൈസ കിട്ടും. രണ്ടിൻ്റെയും ഗുണം ഒന്നാണെന്നാണ് അയാൾ ബ്രാൻഡ് അല്ലാത്ത വിൽക്കുമ്പോൾ പറയാം. ബ്രാൻഡ് വിൽക്കുമ്പോൾ എന്താ പറയുക, ഇതിന് മറ്റിനേക്കാളും ഇരട്ടി വില ഉണ്ട്, പക്ഷേ ഇതിന് അതിൻ്റെ ഗുണമുണ്ട്, ഇതിന് ഗ്യാരണ്ടി ഉണ്ട്, വാറണ്ടി ഉണ്ട്, കമ്പനി ആകുമ്പോൾ കൂടുതൽ ഈട് നിൽക്കും. ഏതാ ശരി? ഏതാ സുഹൃത്തുക്കളെ ശരി? ഏതാ ശരി? രണ്ടാളും പറഞ്ഞത് രണ്ടാണ്. ഇത് ഒരു ദിവസം വേണമല്ല, അയാളെ കച്ചവടത്തിൻ്റെ ജീവിതകാലം മുഴുവൻ അയാൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. രണ്ടിലൊന്നല്ലേ ശരിയുള്ളൂ. ഞാൻ പറഞ്ഞത് കളവ് പറയാ. ഇത് നബി പറഞ്ഞ കാര്യമാണ്. നബി സല്ലല്ലാഹു പറഞ്ഞു അൽ ഹിൽഫുൽ മുനഫിഖത്തൻ ലിൽ സലാത്തി. ഈ അൽ ഹലി, പിന്നെ നുണ പറഞ്ഞ് സത്യം ചെയ്ത് പറയാന്നുള്ളത് എന്താ നിങ്ങൾ, ഈ ഹലിഫ് ചെയ്ത് ഒരു സാരി സത്യം ചെയ്ത് പറയാന്നുള്ളത് മുനഫിഖത്തുൻ ലിസ്സലാ. ചരക്ക് പെട്ടെന്ന് വിറ്റ് പോകാൻ ആ നുണ കൊണ്ട് പറ്റും. ആൾക്കാരിങ്ങനെ മടിച്ച് നിൽക്കുമ്പോഴേ ഒരു നുണയാണ് പറഞ്ഞാൽ ചിലപ്പോൾ അത് വാങ്ങിപ്പോകുന്നതാണ്. എന്നാൽ മുംഹിഖത്തുൽ കസബ്, അത് സമ്പാദ്യത്തെ ഇല്ലാതാക്കുന്നതാണ്. ആ പൈസ ഒന്നും ഉപകാരപ്പെടില്ല, അതുകൊണ്ട് ബർക്കത്ത് ഉണ്ടാവില്ല, പിന്നെ കടം തീരൂല, ദാരിദ്ര്യം തീരൂല, ആ പരിപാടിക്ക് ഒരു വിജയം ഉണ്ടാവില്ല. അതാ പറഞ്ഞു. ഇപ്പം കളവ് പറയാന്നുള്ളത് തൽക്കാലം അവനവൻ്റെ താല്പര്യത്തിന് വേണ്ടി ആൾക്കാർ ചെയ്യുന്നതാണ്. അൽ മുതശബ്ബിഉ ബിമാ ലം യുഅത കലാബിസി സൗബൈസു, മുത്തഫഖൻ അലൈഹി ആയ ഹദീസാണ്. അൽ മുതശബ്ബിഉ ബിമാ ലം യുഅത എന്താണ്, നൽകപ്പെടാത്തൊരു കാര്യത്തിൽ എന്ത് ചെയ്യുക, ഒരാൾ തെറ്റായി അഭിനയിക്കുക. നമ്മുടെ ചെയ്യാത്ത അങ്ങനത്തെ ആളെ പറ്റി പറഞ്ഞാണ് കലാബിസി സൗബൈ, ഒരു കള്ള വസ്ത്രം ധരിച്ചവനെ പോലെയാണ് അവൻ എന്നാണ് നബി. ഇപ്പം നമ്മൾ വെറുതെ ഇല്ലാത്തത് എന്ത് ചെയ്യുക, അഭിനയിച്ചും പറഞ്ഞും ചിത്രീകരിച്ചും മറ്റുള്ളവരെ പറ്റിക്കുക എന്നുള്ളത് ശരിയല്ലാത്ത കാര്യം എന്നുള്ളതാണ്. ഓരോ ആളുകളും നുണ പറയുന്ന ഓരോ ചാനലുകളൊക്കെ നമ്മൾ നോക്കിയാൽ എന്താ ഈ ആയത്ത് ശരിക്കും ഇങ്ങനെ നമുക്ക് ഈ ബക്കറയിൽ 200-ാമത്തെ ആയത്ത് ഓർമ്മ വരും. വമിനന്നാസി മൻ യുഅ്ജിബുക ഖൗലുഹു ഫിൽ ഹയാത്തിദ് ദുനിയ. ഇഹലോകത്ത് ചില ആൾക്കാരുണ്ട്, ഓരോ വാക്കങ്ങനെ കേട്ടാൽ നീ വിസ്മയിച്ചു പോകുന്നതാണ്. അവൻ്റെ വർത്താനവും അതിൻ്റെ വാചാലതയും അതിൻ്റെ സമർത്ഥനമൊക്കെ കണ്ടാൽ നീ അത്ഭുതപ്പെട്ടു പോകും. വയുഷ്ഹിദുല്ലാഹ അലാ മാ ഫി ഖൽബിഹി, അവന് സത്യം ചെയ്ത് പറയും. അവൻ പറയണ കാര്യം അത്രയും സത്യമാണെന്ന് ഉറപ്പിച്ചു പറയുന്നതാണ്. വഹുവ അലദ്ദുൽ ഖിസാം, ഏറ്റവും വലിയ തർക്കിക്കുന്നവനാണ് അവൻ. പച്ച നുണ ഏറ്റവും നല്ല സത്യമായിട്ട് അവതരിപ്പിക്കുവാനുള്ള കഴിവ് നിങ്ങൾ എത്ര വലുതാന്ന് നോക്കും നിങ്ങൾ. ഇത് ഇന്ന് സാധാരണയായിക്കൊണ്ട് നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. നമ്മൾ വളരെ ചിന്തിച്ചും ആലോചിച്ചും നമ്മൾ നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കണം. അതേപോലെ തന്നെ നമ്മൾ ഇത്തരം സംസാരങ്ങൾ സംസാരിക്കണം. അതല്ലെങ്കിൽ സുഹൃത്തുക്കളെ നമ്മുടെ ധാരണ അത്ര ശരിയായിക്കോളുന്നില്ല. നാളെ പരലോകത്ത് അള്ളാഹു കൂട്ടിക്കിഴിച്ച് കണക്ക് മുന്നിൽ വെക്കുമ്പോൾ ലാ യുഗാദിറു സഗീറത്തൻ വല കബീറ, ചെറുതും വലുതും ഒന്നും വിട്ടുപോകില്ല. എല്ലാം അള്ളാഹു കൃത്യമായി വജദൂ മാ അമിലു ഹാദിറൻ, എല്ലാം മുന്നിൽ കാണുന്നതാണ് വേണം. അതുകൊണ്ട് സൂക്ഷ്മത, ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഇതിലൊക്കെ നമുക്ക് സൂക്ഷ്മത വേണം. മൊബൈലിലിരിക്കുമ്പോൾ ഇതെനിക്ക് നാളെ പരലോകത്ത് ഗുണമോ ദോഷമോ വരുത്തുന്നു എന്ന് നമ്മുടെ സ്ക്രീനിൻ്റെ ടൈമൊക്കെ നോക്കി, മൊബൈൽ ഉപയോഗിക്കുന്ന സമയമൊക്കെ നോക്കി നമ്മൾ കണക്കാക്കുന്നതും ഒരാത്മവിചാരം നടത്തുന്നത് നന്നായിരിക്കും. പരമാവധി സൂക്ഷ്മതയുള്ളവരായി ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കളവിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ നുണ പറയും. ശരിക്കും കുട്ടികളൊക്കെ വളരെ നിഷ്കളങ്കരും സത്യസന്ധരുമായ ആളുകളാണ്. ഈ കുട്ടികൾ നുണ പറയാനുള്ള കാരണം പലപ്പോഴും മാതാപിതാക്കൾ കളവ് പറയുന്നതുകൊണ്ടാണ്. മാതാപിതാക്കൾ പലപ്പോഴും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ
നമ്മൾ പറയുന്നത് കുട്ടികൾ കേൾക്കുന്നുണ്ട് എന്ന് അവർ വിചാരിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇങ്ങനെ ഇരിക്കണ സമയത്ത് നബിൻ്റെ മുമ്പെന്ന് ഒരു സ്ത്രീ എന്ത് ചെയ്തു വെച്ചാൽ ഒരു കുട്ടിനെ വിളിക്കണം, ഞാൻ അനക്ക് ഒരു സാധനം തരാം എന്ന് പറഞ്ഞുകൊണ്ടൊരു കുട്ടിനെ വിളിക്കണം. താൽ ഒത്തിക്ക, ഇങ്ങോട്ട് വാ, അനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പം നബി ആ സ്ത്രീയോട് ചോദിച്ചു, വമ അരത്തി അൻ തൊഴത്തിയ, അവന് കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടോ? അവന് കൊടുക്കാൻ വിചാരിച്ചിട്ട് തന്നെയാണോ അനക്ക് ഞാൻ തരാമെന്ന്? നമ്മൾ കുട്ടികൾ വരാൻ വേണ്ടി പറയില്ലേ, വാന്ന് പറയും, വരാൻ വേണ്ടി എനിക്ക് എന്തെങ്കിലും തരാമെന്ന് പറയും, അങ്ങനെ പറഞ്ഞതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അറത്തു അൻ ഒത്തിയഹു തമ്രൻ, അവനൊരു കാരക്ക കൊടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ട് തന്നെ അവനെ വിളിച്ചത്. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് പ്രതികരിച്ചത്, അമ ഇന്നക്കി ലൗലം തുഅ്തിഹി ഷൈഅൻ കുതിബത അലൈകി കദിബ, നീ എങ്ങാനും അവനെ വിളിച്ചിട്ട് അവനൊന്നും കൊടുക്കാതിരുന്നുവെങ്കിൽ നിന്റെ മേൽ ഒരു കളവ് രേഖപ്പെടുത്തപ്പെടുമായിരുന്നു എന്നാണ്. നമ്മൾ കുട്ടിനോട് ഇവിടെ വാ അണയ്ക്കാൻ തരാമെന്ന് പറഞ്ഞത് ഒന്നും കൊടുക്കാനല്ല, അവൻ വരാൻ വേണ്ടി മാത്രമാണെങ്കിൽ ആ ഉമ്മൻ്റെ പേരിലൊരു നുണ എഴുതപ്പെടും എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അബൂദാവൂദിൻ്റെ ഒരു സ്വഹീഹായ റിപ്പോർട്ടിൽ കാണാൻ പറ്റും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിങ്ങനത്തെ കളവുകൾ നമ്മുടെ കുട്ടികളെ മുന്നിൽ വെച്ച് പറയുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? അവർ സ്ഥിരം കളവ് പറയുന്നവരായിക്കൊണ്ടേയിരിക്കും. എന്തെങ്കിലും ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിപ്പെടും തോന്നുകയാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നുണ പറയാന്നുള്ളതേക്കാരം അവൻ ആദ്യം എടുക്കുന്ന ആയുധം. ആ കുട്ടിൻ്റെ ഒന്നാമത്തെ ആയുധം എവിടെയെങ്കിലും കുടുങ്ങിയാൽ രക്ഷപ്പെടാൻ വേണ്ടി ഫസ്റ്റ് കളവാ പറയും. അപ്പോൾ ജീവിതം മുഴുവനും കളവായിരിക്കും. അവന് 10-70 കൊല്ലം ജീവിക്കും പറഞ്ഞ നുണക്കൊക്കെ ഉത്തരവാദി ഈ വാപ്പിമ്മീകാരം. അതുകൊണ്ട് നുണ പറയുന്നത് നമ്മൾ ആരുടെ മുമ്പിലാണെങ്കിലും സൂക്ഷിച്ചു വേണമെന്നില്ല, അത്ര ഗൗരവം അതിനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കണം. അള്ള വിരോധിച്ച് ഇത്രയും ഗൗരവപരമായ തെറ്റുകൾ നമ്മളിലും പുതിയ തലമുറയിലൊക്കെ വരുന്നതിനെക്കുറിച്ച് നമുക്ക് നല്ല സൂക്ഷ്മതാബോധം വേണം. അള്ളാഹു ശരിയായ ദീനനുസരിച്ച് ജീവിക്കുവാനും ദീൻ്റെ കാര്യങ്ങൾ കൂടുതലായി മനസ്സിലാക്കുവാനും അതിൻ്റെ ഗൗരവത്തോടെ ഉൾക്കൊള്ളുവാനും അത് പ്രായോഗികമാക്കുവാനും അങ്ങനെ നരകത്തിന് രക്ഷപ്പെട്ട അള്ളാഹുവിൻ്റെ അതിവിശാലമായ ആകാശഭൂമികളും വിശാലമായ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ അഖിലുകാരാകാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ വന്നുപോയ തെറ്റുകളെ കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ നാഥ. ഞങ്ങളുടെ എല്ലാ വ്യവഹാരങ്ങളിലും പ്രവർത്തനങ്ങളിലും ജോലികളിലുമെല്ലാം ഞങ്ങൾക്ക് നീ അനുഗ്രഹവും ബർക്കത്തും പ്രദാനം ചെയ്യണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങൾക്ക് അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും രോഗങ്ങളെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും നീ നീക്കി തരണമേ റഹ്മാനെ. ഞങ്ങളുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ ഭാവിയിലുള്ള ജീവിതത്തിൽ നിൻ്റെ അനുഗ്രഹവും കാരുണ്യവും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.